എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. എൻ്റെ ചാനലിൻ്റെ പേരാണ് അവന്തോസ് വ്ളോഗ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ചക്ക കിട്ടിയിരുന്നേ. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമ്മയും വെട്ടി ചക്കക്കുരുവിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതിനെ ഇടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് അതിൻ്റെ തൊലി കളയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എല്ലാം കൊണ്ട് പോന്നിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പണി ഉണ്ടാവുള്ളൂ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി പച്ചമുളകും ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൽ വേവിക്കണം കേട്ടോ. എന്നുവെച്ചാൽ അതിലേക്ക് തേങ്ങ നമ്മൾ അരച്ച് ചേർക്കണുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവിടെ കടന്ന് വേകട്ടെ. നമുക്കിനി ഇതൊക്കെ ആവശ്യമുള്ള തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങ നമ്മൾ ചിരകിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ചിരകിയെടുത്ത തേങ്ങയ്ക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇത്തിരി ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുക്കറിൽ പോയിട്ട് വിസിൽ വന്നത് കഴിഞ്ഞിട്ട് നമുക്കിനി തേങ്ങ അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത തേങ്ങ ഈ വെന്ത ചക്കക്കുരുവിൻ്റെ കൂട്ടിക്ക് നമ്മൾ ഒഴിച്ചെടുക്കണേ. അത് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം ചക്കക്കുരു. അപ്പോൾ അത് നല്ലോണം ഉടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തള വന്നിട്ടുണ്ട്. നമുക്കിനി വറുത്തെടുക്കാം. ഒരുപാട് നേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇത്തിരി നേരം വെച്ചാൽ മതി. ഇപ്പോൾ അതിലേക്ക് വറവിടാൻ ചെറുള്ളി, കടുകും കറിവേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണക്കമുളക് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് വറവിടാം. നമുക്ക് ഇതൊക്കെ കോമ്പിനേഷനായിട്ട് ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ നല്ല രസമാവും കറി ചോറും കഴിക്കാൻ. അപ്പോൾ നമ്മൾ വറവിട്ട് ചക്കക്കുരുക്കെ എന്തായാലും ഇപ്പോൾ ചക്ക കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറി നല്ല രസമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ചക്ക കിട്ടുന്ന സമയത്ത്. പിന്നെ ചക്കക്കുരു നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ഇവിടെ കുറച്ച് നമുക്ക് എപ്പോഴും കിട്ടാത്ത സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് വെക്കും ചക്കക്കുരു. അപ്പോൾ അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.